അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. റബ്ബി സിദ്നി ഇൽമൻ നാഫിയൻ വഅമലൻ മുതഖബ്ബല റിസ്കൻ ഹലാലൻ ത്വയ്യിബ ഖുലൂബൻ ഖാശിയ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. My beloved sisters, Allahu Akbar kabira walhamdulillahi kathira wa subhanallahi bukrata wa asila. La ilaha illa anta subhanaka inni kuntum minal zalimin. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈ ബിലോഡ് സിസ്റ്റേഴ്സ്, നമ്മുടെ ഇന്നത്തെ വിഷയം, അതായത് അള്ളാഹുവിലേക്കുള്ള ഷോർട്ട് കട്ട്സ്. മീനിങ്, നമ്മൾ ഒരുപാട് അമൽ സ്വാലിഹാത്തുകളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? എന്നാൽ ചെയ്തതെല്ലാം തന്നെ കറക്റ്റ് പെർഫെക്റ്റ് ആയിക്കൊള്ളണമെന്നും അത് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എടുത്തിക്കൊള്ളണമെന്നൊന്നും ഇല്ല. അപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഒരുപാട് പ്രതിഫലമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുക അല്ലേ? അങ്ങനെ ഒരുപാട് പ്രതിഫലമുള്ള ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുക അല്ലേ? അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പരിശുദ്ധ ഖുർആനിലെ ഒരു ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സൂറ, അതല്ലേ നമുക്കെല്ലാവർക്കും അറിയുന്ന സൂറയാണ് അല്ലേ? ആ സൂറത്തിലെ നമുക്കെല്ലാം പരിചിതമായ ഒരു സൂറ. ആ സൂറത്തിന്റെ മഹത്വങ്ങളും അതിന്റെ പ്രത്യേകതകളും അല്ലേ? സാധനം വളരെ ചെറുതാണ്, കാര്യം നിസാര പ്രശ്നം ഗുരുതരം എന്ന് പറഞ്ഞതുപോലെ അല്ലേ? അപ്പൊ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ, അതായത് സൂറത്തുൽ മാരിഫ് എന്ന് പറഞ്ഞിട്ടുള്ള, വിജ്ഞാനത്തിന്റെ നിറകുടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൂറത്താണിത് അല്ലേ? സൂറത്തു തൗഹീദ് എന്നാണ് അതിന്റെ മറ്റൊരു പേര്. മറ്റൊരു സൂറത്തിനും ഇല്ലാത്ത ഒരു സ്പെഷ്യാലിറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിന് കൽപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം അല്ലേ? ആർക്കെങ്കിലും ഒരു രാത്രി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് ചോദിച്ചു, ആർക്കെങ്കിലും ഒരു രാത്രി ഖുർആൻ ഫുൾ ഓതാൻ കഴിയുമോ എന്ന് അല്ലേ? അപ്പൊ അവർക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നി, ഇതെന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് അല്ലേ? അങ്ങനെ അപ്പം ആക്ച്വലി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അള്ളാഹുവിലേക്കുള്ള ഷോർട്ട് കട്ട് അന്വേഷിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ? ന്യൂജൻ ട്രെൻഡ് അനുസരിച്ച് എല്ലാം ഈസി ആകണം അല്ലേ? അതായത് ഈവൻ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഈവൻ സക്കാത്ത് കണക്ക് കൂട്ടുന്നത് പോലും മൊബൈലും കാൽക്കുലേറ്ററും ആണ് അല്ലേ? നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി, ഇത്ര പവൻ പുതിയത് അല്ലെങ്കിൽ പഴയത്, അല്ലെങ്കിൽ ഇത്ര വരുമാനം എനിക്കുണ്ട്, ഇത്ര കൃഷിയിലെ ലാഭമുണ്ട്, അല്ലെങ്കിൽ ബിസിനസിന്റെ ലാഭമുണ്ട് എനിക്ക്, അല്ലെങ്കിൽ ശമ്പളം ഇത്ര ഉണ്ട് എന്നിട്ട് കൊടുത്ത സക്കാത്ത് വരെ കൃത്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല അതിന്റെ ഒരു മെക്കാനിസത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരും, പറഞ്ഞു തരും. അത് കറക്റ്റ് നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ മതി. ഈവൻ പുതിയ പൊന്നാണെങ്കിൽ വേറെ, പഴയ പൊന്നാണെങ്കിൽ എത്ര കൊടുക്കണം, അങ്ങനൊക്കെ അല്ലേ? അപ്പൊ ടെക്നോളജി അഡ്വൈസ് ആയതുകൊണ്ട് തന്നെ മനുഷ്യരിൽ എപ്പോഴും എന്തിനും റിസർച്ച് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ? അപ്പം ഖുർആനിലും ഹദീസിലൊക്കെ ധാരാളം കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ? അങ്ങനെ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടാൽ, അള്ളാഹുവിനെ ഒന്ന് മണിയടിച്ചാൽ, മൂപ്പർക്ക് ഇഷ്ടപ്പെട്ട അമലു സ്വാലിഹാത്തുകൾ ചെയ്താൽ അല്ലേ, ആ വിഷയത്തിലൊക്കെ നമ്മൾ ഒരുപാട് റിസർച്ചിൽ അഡ്വാൻസ്ഡ് ആണ്. ഇങ്ങനെ ശാസ്ത്രത്തിൽ കണ്ടുപിടിക്കാനോ, ഒന്ന് അമ്മിമേൽ അരച്ചു നോക്കിയേ, അമ്മി ശരിയില്ല, അമ്മിമേൽ അരക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ മിക്സി വന്ന് ജ്യൂസ് അടിക്കാനായിരുന്നു ആദ്യം വന്നത്, പിന്നെ തേങ്ങ അരയ്ക്കാൻ, പിന്നെ അരി അരക്കാൻ, അങ്ങനെ ഡെവലപ്പിംഗ് കൂടുതൽ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്, അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഇപ്പൊ ഈവൻ തേങ്ങ വരെ വീട്ടിൽ ചിരണ്ട എന്നുള്ള ഘട്ടത്തിലേക്ക് നമ്മൾ വളർന്നിരിക്കുന്നു. അങ്ങനെ തന്നെ നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടാനും ഇതുപോലെ ഒട്ടനവധി മാർഗങ്ങളുണ്ട്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടാനും അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കാനും എളുപ്പത്തിൽ അമലുകൾ, കൂടുതൽ പ്രതിഫലമുള്ള അമലുകളും. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഗവേഷണം നടത്തുന്ന കാര്യത്തിൽ ഏതൊക്കെയോ പണ്ഡിതന്മാരൊക്കെ എന്തൊക്കെയോ ഫത്വകൾ പഠിക്കുന്നു, അവർ നോക്കുന്നു, പുസ്തകം എഴുതുന്നു. എന്നാൽ ആളുകളൊന്നും അതിലേക്ക് അത്ര തന്നെ അങ്ങനെ ഇൻവോൾവ്ഡും അല്ല, അതിലേക്ക് അത്ര തന്നെ ഒരു ഇൻട്രസ്റ്റഡ് അല്ല എന്ന് കാണാം അല്ലേ? അതായത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അമലു സ്വാലിഹാത്തുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് നമ്മൾ അങ്ങോട്ട് അടുത്ത് കഴിഞ്ഞാൽ ഒരു ടോക്കൺ എടുക്കുകയെ, വെയിറ്റിങ്ങിൽ നിൽക്കുകയെ, അതും പിന്നെ മഹശറ മൈതാനിയിൽ
ചൂടിൽ നമ്മുടെ നെറുകയിൽ സൂര്യൻ നിൽക്കുമ്പോ ആ ഒരു പ്രയാസത്തിൽ നിൽക്കേ, ഖബറിൽ ശിക്ഷ അനുഭവിക്കേ, ഹൗലുൽ കസറിന്റെ അടുത്ത് ഇങ്ങനെ വെള്ളത്തിന് കാത്തു നിൽക്കുമ്പോൾ നബി തരാതിരിക്കുകയോ, സിറാത്ത് പാലം കടക്കുമ്പോൾ അതിന് പ്രയാസങ്ങൾ നേരിടുകയോ, അങ്ങനെ ഒന്നുമില്ലാത്ത വളരെ സ്മൂത്ത് ആൻഡ് കാമൻ ആയിട്ടില്ലേ സത്യവിശ്വാസികളെ നിങ്ങൾ വരുവിൽ എന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കോല് കൊണ്ട് ഇങ്ങോട്ട് തുറക്കുമ്പത്തിന് ബിഅയ്രി ഹിസാബ് അല്ലേ, ദുഖൂലുൽ ജന്നത്തി ബിഅയ്രി ഹിസാബ് എന്ന് പറയുന്നിട്ട് ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടണേന്ന് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ ജനാത്തുൽ ഫിർദൗസിൽ ചേരണമേന്നും അല്ലെ. അപ്പം ഈ റെക്കമെൻഡേഷൻ അല്ലെ, അങ്ങനത്തെ ഒരു എളുപ്പമാക്കിയിട്ട് നമുക്ക് സ്വർഗപ്രവേശനം, കീസ് ഓഫ് ജന്ന, സ്വർഗപ്രവേശനം കിട്ടാനുള്ള ഒട്ടനവധി അതായത് ടിപ്സും ടെക്നിക്സും ഉണ്ട്. പക്ഷെ ഇതിലൊന്നും തന്നെ ആൾക്കാർ ആരും തന്നെ വല്ലാത്ത രീതിയിലൊന്നും ഇൻട്രസ്റ്റഡ് അല്ല. അത്ര മതി എന്നുള്ള ഒരു മൂഡാണ് അല്ലെ. അങ്ങനെ അപ്പം പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ സ്മൂത്ത് ആൻഡ് വളരെ ഈസി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് നടക്കണമെങ്കിൽ ചില ഇതുപോലെയുള്ള കുറേ ടെക്നിക്സ് ഉണ്ട് അല്ലെ. അതിനെക്കുറിച്ചൊക്കെ ഞാൻ കുറേ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ മേ ബി കുറച്ചാളുകളൊക്കെ ബുക്ക് വായിക്കുക മനസ്സിലാക്കുകയൊക്കെ ചെയ്തു എന്നല്ലാണ്ട് എല്ലാവരും തന്നെ അതിലേക്ക് അത്ര തന്നെ തൽപരരല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെ. കുറേ ഷോർട്ട് കട്ട്സ് ഒക്കെ ഞാൻ ഈ വിഷയത്തിനെ കുറിച്ചിട്ടെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട് അല്ലെ. അപ്പം സ്മൂത്ത് ആൻഡ് ഈസി ആയിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടില്ലേ, അതായത് സൂര്യന്റെ ചൂടിൽ മശറ മൈതാനിയിൽ വെയിൽ കൊള്ളാനോ വിയർക്കാനോ ബേജാറാവാനോ നിൽക്കാതെ അല്ലേ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് സ്വർഗത്തിൽ പോകാനുള്ള ഒരുപടി അമല് സ്വാലിഹാത്തുകൾ ഉണ്ട്. അപ്പൊ നമ്മളൊക്കെ വിചാരം നമ്മളെ ഉമ്മമാര് ചെയ്ത അമലുകൾ ഉണ്ട് അല്ലെ, അതൊക്കെ തന്നെ അങ്ങോട്ട് ചെയ്യുക, അതൊക്കെ ചെയ്തിട്ട് സ്വർഗത്ത് പോവാണെങ്കിൽ പോട്ടെ, അല്ലെങ്കിൽ കുറച്ച് ഇരുന്ന് പഠിക്കുന്നുണ്ട് അല്ലെ, കുറെ ക്ലാസ് കേൾക്കുന്നുണ്ട്. പക്ഷെ ക്ലാസ് കേൾക്കുന്ന മുഴുവൻ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നാം ഒട്ടും ശ്രദ്ധിക്കാറേ ഇല്ല അല്ലെ. അപ്പം എത്രയും സ്പീഡിൽ കയറാം എന്നല്ലാതെ നോട്ട് ഓൺലി വി ക്യാൻ എക്സ്പെക്ട് ഓഫ് ജന്ന, നമുക്ക് സ്വർഗം പ്രതീക്ഷിക്കുക കൂടി ചെയ്യാം അല്ലെ. ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത്രയും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ ചെയ്തല്ലോ റബ്ബേ, അതുകൊണ്ട് നീ എനിക്ക് സ്വർഗം തരുമല്ലോ എന്നുള്ള അല്ലെ കിട്ടുമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷ, അല്ലെ കിട്ടണം എന്നുള്ള ഒരു വ്യാമോഹം അല്ലെ. അപ്പൊ അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ ഹിസാബൻ യസീർ അല്ലെ. നമുക്കറിയാം പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വലത് കയ്യിൽ ഗ്രന്ഥം തന്നവരുടെ കാര്യത്തിൽ നമുക്ക് തർക്കമില്ല അല്ലെ. അവര് സ്വർഗത്തിൽ അവരെ വിചാരണയും കൂടെ എളുപ്പമായിരിക്കും. അത്തരക്കാരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവനെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റബ്ബേ. ജന്നാത്തിൽ ഫിർദൗസിൽ അഹ്ലുൽ ജന്ന, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തോടൊപ്പം ഏറ്റവും ഉന്നതമായ സ്വർഗത്തിൽ അള്ളാഹു നമുക്ക് സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബേ. നമ്മുടെ സയ്യാത്തുകളെല്ലാം അള്ളാഹു അതിന് പകരമായി ഹസനാത്തുകൾ നിറയ്ക്കട്ടെ റബ്ബേ. നിങ്ങളുടെ തുലാസ് കാണുമ്പോൾ നിങ്ങൾ പോലും ഞെട്ടിപ്പോകുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു തുലാസാവട്ടെ റബ്ബേ. അത്രയ്ക്ക് മഹത്വമേറിയ അല്ലെ. ആമീൻ. പിന്നെ ഇനിയിപ്പോ നമ്മള് അതായത് നമുക്കറിയാം ഇപ്പൊ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെ. അതായത് ലോസ് ആഞ്ചൽസിൽ തീ കത്തിപ്പടരുകയാണ് അല്ലെ. അള്ളാഹു ലോസ് ആഞ്ചൽസിലൂടെ നമുക്ക് എന്ത് പാഠം നൽകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പല സഹോദരിമാരും അതിന് കൊടുക്കുന്ന വിശദീകരണം എന്താണ്, അവര് നമ്മുടെ ഗസയോട് ചെയ്തതിന്റെ പ്രതിഫലമാണ്, അതിനുള്ള പാപമാണ് അവർക്ക് പകരം കിട്ടുന്നത്. അള്ളാഹു അല്ല നമുക്കറിയാൻ പറ്റൂല അല്ലെ. അള്ളാഹുവിന്റെ ഹിക്മത്ത് എന്താണ്, അള്ളാഹുവിന്റെ ഖലാ ഖദർ എന്താ ഒന്നും നമുക്ക് അറിയില്ല അല്ലെ, നമുക്ക് പറയാൻ പറ്റൂല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല പണ്ട് കാലങ്ങളിൽ പലർക്കും അങ്ങനെ അടിക്കടി എന്താ പാടത്തുനിന്ന് പണിയെടുത്ത വരമ്പത്തുനിന്ന് കൂലി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അള്ളാഹു എന്താ ഉദ്ദേശിച്ചൊന്നും എപ്പോഴും നമുക്കൊന്നും പറയാൻ പറ്റൂല അല്ലെ. സബത്ത് ദിവസം മീൻ പിടിച്ചതിന് ആളുകളെ കുരങ്ങുകളാക്കി മാറ്റുകയും പിന്നെ നോഹ് നബി അലൈഹി സ്വലാമിന്റെയും പിന്നെ ജനതയൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയ പരീക്ഷണങ്ങൾ നമുക്കറിയാവുന്നതാണ്. അതായത് പിന്നെ ഫിറഔന്റെ ജനതനെയൊക്കെ. അപ്പൊ അതുപോലെ ആണോ അള്ളാഹു ആലം. പക്ഷെ ഇത് വളരെ വളരെ എന്താ പറയാ, അള്ളാഹു വളരെ ടെക്നിക്കലിയാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. നിങ്ങളൊക്കെ, ഞാനും TV അധികമായിട്ട് കാണാറൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ഇന്ന് ഒരു സാന്ദർഭിക വശാൽ വീട്ടിൽ TV ഒന്ന് ഓപ്പൺ ചെയ്തു, എൻ്റെ മോളെ വീട്ടിലാണുള്ള അവിടെ. അപ്പൊ ഓപ്പൺ ചെയ്തപ്പോ കണ്ട ഓരോ രംഗങ്ങളും കണ്ടു നോക്കുമ്പോ നിങ്ങളോട് പറയാൻ എന്താന്നാ പറയണ്ടേ, കൽപ്പ് ഇങ്ങനെ
പോവാണ് അല്ലേ? അമേരിക്ക ചുടുകാടായി തീരുകയാണല്ലേ റബ്ബേ. അതും കാശ്മീരിൽ പോയ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ ക്ലാസ് കേൾക്കുകയാണെങ്കിൽ അവർക്കത് പെട്ടെന്ന് മനസ്സിലാവും. കാശ്മീരിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ചെല്ലുക, അവിടെ ദാൽ തടാകം എന്ന് പറഞ്ഞൊരു തടാകം ഉണ്ട്. ആ തടാകം തടാകം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ മാനാഞ്ചിറ കുളം ഒക്കെ പോലെ ഒരു ചെറിയൊരു സ്പേസിനല്ല നമ്മൾ പറയാം. പക്ഷെ ആ ദാൽ തടാകം കിലോമീറ്ററുകളോളം ദൂരത്തിലുണ്ട്. അത് ഞാണ്ടി കിടക്കണ വാഹനം തന്നെ വേണം, അത്രയും ദൂരത്തിലാണ്. ആ തടാകത്തിന്റെ അവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് നോക്കിയാൽ അവിടെ കാണാം വലിയ മലനിരകൾ, അതിന്റെ ചോട്ടിൽ കുറെ മരങ്ങൾ, അതിന്റെ ചോട്ടിൽ വീട്. ആ ഒരു അവസ്ഥയാണ് ഈ ലോസ് ആഞ്ചൽസിൽ സംഭവിക്കുന്നത്. ഇവിടെ സെലിബ്രിറ്റീസ് ഉണ്ട്, വലിയ വലിയ കമ്പനികളുടെ പിന്നെ എന്താണ് കോർപ്പറേറ്റുകളുടെ സിഇഒകൾ, പിന്നെ നമ്മുടെ അംബാനി, പിന്നെ എന്താണ് ഇയാളെ പേരെന്തേനു, നമ്മളെ ലുലു മാളിന്റെ ഉടമ, അതുപോലത്തൊക്കെ വലിയ 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 യൂസുഫ് അലി, അതുപോലത്തൊക്കെ വലിയ വലിയ പൈസക്കാര്, പിന്നെ വലിയ വലിയ ക്രിക്കറ്റ് താരങ്ങൾ, അങ്ങനെ സ്പോർട്സിലെ താരങ്ങള്, കോടീശ്വരന്മാര്, അവര് മാത്രം താമസിക്കുന്ന ഏരിയ. ആ ഏരിയ എന്ന് വെച്ചാൽ ഒറ്റ ടൈമിൽ 3 വാഹനം ഒന്നിച്ച് പോകാൻ പറ്റും, അത്രയും സ്പേഷ്യസ് ആണ് റോഡുകളൊക്കെ തന്നെ. ഈ മലന്റെ നേരെ താഴെ നിറച്ച് മരങ്ങൾ കഴിഞ്ഞിട്ട് ഇത് ടി വിയിൽ കണ്ടവർ ശരിക്കും അറിയുമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ വിശദീകരിക്കുന്നത്. അതിന്റെ ചോടെ വീടുകൾ, അതും എന്തെന്ത് വീടുകളാണ്. ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് അവര് ഭൂമിയിലെ സ്വർഗം എന്നും പറഞ്ഞു അങ്ങനെ പറയാനേ നമുക്ക് പാടില്ല അല്ലെ. സ്വർഗത്തിന്റെ 7 അയലത്ത് പോയിട്ട് 100 അയലത്ത് പോയിട്ട് 1000 അയലത്ത് പോലും ഭൂമിയിലെ ഒരു സ്ഥലം ഒരു കാര്യം എത്തൂല അല്ലെ. അത്രയ്ക്കാണ് അള്ളാഹുവിന്റെ ഒരു കുദറത്ത് സ്വർഗം എന്ന് പറയുന്നത്. അത് ഒട്ടിച്ച് മനുഷ്യന്മാരിപ്പോ ഈ രീതിയിൽ ഇങ്ങനെ പറയുമ്പോൾ എന്താന്നാ പറയേണ്ടത്? അപ്പൊ ഈ ആളുകൾ ഇങ്ങനെ അവിടുന്ന് ഒഴിഞ്ഞു പോകാൻ പറയുമ്പോ എന്തെല്ലോ ബാങ്കിലെ കാർഡുകളുണ്ട്, അവരെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, കുറെ പിന്നെ ഓർണമെന്റ്സ് ഉണ്ട്, എന്തൊക്കെ വിലപിടിപ്പുള്ള ഡ്രസ്സുകൾ, പെർഫ്യൂംസ്. അതായത് ചില ആളുകൾക്ക് പെർഫ്യൂം എന്നൊക്കെ പറഞ്ഞാല് ഭയങ്കര ചക്കരാണ്. പെർഫ്യൂം കാണുങ്ങൾക്കൊക്കെ എന്തെല്ലോ ബ്രാൻഡ് നോക്കിയിട്ടാണല്ലോ അവർ യൂസ് ചെയ്യുക. അങ്ങനെ അവര് കൂട്ടി പോകുന്ന എന്താ വെച്ചാൽ കയ്യിലെടുക്കാവുന്ന ഒരു ഡ്രസ്സ് പോലും ആ കവറിൽ ഇല്ലെന്ന് തോന്നും കണ്ടാൽ. ഒരു നായും, അവർക്ക് പെറ്റില്ലാണ്ട് ജീവിക്കാൻ പറ്റൂലല്ലോ, ഒറ്റക്കാണല്ലോ. അപ്പൊ ഒരു പെറ്റ് വേണം, ഒരു നായോ പൂച്ചയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയും കൈ പിടിച്ചാണ് അവര് പോകുന്നത്. ആ പോകുന്ന ഒരു രംഗം നിങ്ങളെ വീട്ടിലൊക്കെ കാറുള്ള ഹസ്ബൻഡുമാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, അവർക്ക് നമ്മളെക്കാൾ അവരുടെ ബോഡി, അവരുടെ ശരീരത്തിൽ നമ്മളെ ഭർത്താവിന്റെ കയ്യിലൊന്ന് കൈകൊണ്ട് തൊട്ടു പോയാലോ അമർത്തി പോയാലോ ഒന്ന് എന്തായാലും, പക്ഷെ കാറിൽ മുകളിലൊരു എനിക്കറിയാം, എന്റെ വീട്ടിലെ കാറിന്റെ അടുത്ത് കൂടെ അലക്കിയ ബക്കറ്റ് ഉണ്ട്, ഡ്രസ്സ് അലക്കി കഴിഞ്ഞാൽ ഒന്ന് താര കാഴ്ച ബക്കറ്റ് കൊണ്ട് ബക്കറ്റ് തട്ടിയോന്ന് നോക്കും. അത്രക്ക് സുഖമുള്ള കാറുകളാ. ഓരോ കാറുകളൊക്കെ കിടക്കുന്ന രംഗം കണ്ടിട്ട് ഇങ്ങനെ നെഞ്ഞ് പൊട്ടി പോവാ. എന്തെന്നാ പറയണ്ടേ? ഇതൊന്നും തന്നെ അവർക്ക് എന്തെല്ലാം അവസ്ഥയിലാണ് അവർ പോണത്. എന്നിട്ടും അവർക്ക് സോൾജേഴ്സ് ചെയ്യുന്ന എന്താന്ന് വെച്ചാല് വലിയ വലിയ ഇതിൽ എന്താ പറയാ, ആംബുലൻസ് പോലത്തെ വാഹനത്തിൽ അവരിങ്ങനെ സൈറൺ ഇട്ട് ഇങ്ങനെ വരിക. വന്നിട്ട് അങ്ങനെ ഒരു ഭാഗത്തുനിന്ന് എടുത്തുനിന്ന് ഒരു ഭാഗത്തുനിന്നും ഹെലികോപ്റ്ററിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ? പണ്ടാരോ പറഞ്ഞ പോലെ അണഞ്ഞ തീയാണെങ്കിൽ പോലും കാറ്റടിച്ച് വീണ്ടും കത്തിക്കുക. ഇന്നേക്ക് 10 ദിവസമായി കത്തുന്നത് എത്ര കോടി 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 ഉറുപ്പ്യന്റെ. അവര് പറയുന്ന ദശമില്യനോ ട്രില്യനോ ഒന്നും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. കാരണം $1 അല്ല, $1 എന്ന് പറയുന്നത് എത്രയോ രൂപ ചേർന്നാലാണ് 80 അങ്ങനെ എത്രയോ ചേർന്നാലേ ഡോളറാവും. അത്രയും ഡോളേഴ്സാണ് കത്തി തീരുന്നത് അവരുടെ സ്വപ്നങ്ങളും അവരുടെ ജീവിതകാലത്ത്. പക്ഷെ അള്ളാഹു അവിടെ ഒരു കാര്യം ചെയ്ത് എന്തെന്നാ വെച്ചാല് ഭയങ്കര അത്ഭുതം എന്ന് വേണം പറയാനില്ലേ. അവരൊന്നും കൊന്നില്ല അല്ലേ, അവരൊന്നും കൊന്നില്ല. നമുക്കറിയാം, നമ്മുടെ ഒരു ചെറിയൊരു ഭൂപ്രദേശം, ഒരു വട്ടത്തില് വയനാട്ടില് പിന്നെ ഇത് ഉരുൾപൊട്ടൽ നടന്നപ്പോ ഒരുപാട് മനുഷ്യർ ഒഴിച്ചു പോയി, മരിച്ചുപോയി. പക്ഷെ അമേരിക്കക്കാർക്ക് അള്ളാഹു ഒരു ചാൻസ് കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഇന്ന് നമ്മുടെ ലോക ഭൂപടത്തിലെ ജനസംഖ്യയെ കുറിച്ച് ഞാനിന്ന് പഠനം നടത്തിയപ്പോൾ ഇനി വരാനിരിക്കുന്ന 2030 ഏറ്റവും കൂടുതൽ ആളുകൾ മതം വിശ്വസിക്കുന്ന അമേരിക്കക്കാരായിരിക്കും എന്ന് പ്രവചനം. നമുക്കറിയാം ഓരോ ഇയറിലും എത്ര മുസ്ലിംസ് ഉണ്ട്, അവരെത്ര വർദ്ധിച്ചു, എത്ര കൺവേർട്ടഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ കനിഷ്കുമാരി കണക്ക് വരും. അപ്പൊ അതിൽ
കൂടുതൽ അമേരിക്കക്കാരായിരിക്കും മുസ്ലിംസിലേക്ക് കൺവേർട്ടായിട്ട് വരാന്ന് പറയുന്നത് ല്ലേ. അപ്പൊ അതിനുള്ള ഒരു ചാൻസസ് ആയിരിക്കാം അള്ളാഹു കൊടുത്തിട്ടുള്ളത്. അധിക പേരെയൊന്നും അവർ അള്ളാഹു ജീവൻ എടുത്തില്ല. ഒരു വീട് കത്തുന്നുണ്ട്, നമുക്കറിയാം ആ വീട്ടിൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരെല്ലാം തീപിടിച്ചു, പക്ഷെ ആരുമില്ല. അവരെ രക്ഷിക്കാനായിട്ട് സന്നദ്ധ സേവകരും സന്നദ്ധ സംഘടനകൾ അവർക്കാകുന്നതൊക്കെ ചെയ്യുന്നുണ്ട് ല്ലേ. അപ്പം ഭൂമിയിലെ സ്വർഗമെന്ന് പറഞ്ഞിരുന്ന കോടീശ്വരന്മാരുടെ വസതികളൊക്കെ ഈ രീതിയിലായി പോയെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കണം ല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവ് എന്ന് പറയുന്ന അപാരമാണ് ല്ലേ. എല്ലാറ്റിനും കഴിവുള്ളവനാണ് ല്ലേ എന്റെ റബ്ബ് എന്ന് പറയുന്നത്. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ് ല്ലേ, ഭയങ്കരമായി ഈ ശിക്ഷിക്കുന്നതാണ്. ഗഫൂറുൽ വദൂദ് ല്ലേ, അതായത് മനുഷ്യന്മാരോട് അങ്ങേയറ്റം പാപമോചനം കൊടുക്കുന്നവനും ഭയങ്കരമായ ഇഷ്ടം, വദൂദാണ്, ഏറ്റവും ഹുബുള്ളവനുമാണ് ല്ലേ. ദുൽ അർഷിൽ മജീദ്, അതായത് അത് മഹത്വമായ അർഷുള്ളവനാണ് ല്ലേ. യുരീദ് ആ ഒരു ആയത്ത്, 3-4 ആയത്തിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾ അവൻ എന്താണോ ഉദ്ദേശിച്ചത് അവന് വരുത്താൻ നിമിഷങ്ങൾ മതിലേ. അള്ളാഹുവിനെ പരിഹസിക്കുമ്പോഴും അള്ളാഹുവിനെ കളിയാക്കുമ്പോഴും അള്ളാഹുവിന്റെ ദീൻ നിരസിക്കുമ്പോഴും അത് ഈ അമേരിക്ക നൽകുന്ന പാഠം നമുക്കെന്താ? നമ്മൾ വിചാരിക്കുന്നത് അമേരിക്കക്കാരൻ ഗസൻ അടിച്ചത് കൊണ്ടാവും അന്നല്ലേ, അത് അവിടെ ധിക്കാരോ. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. നമ്മൾ ഈ മുജാഹിദുകൾ എന്ന് പറയുന്ന എല്ലാ വിവരവും സംസ്കാരവും ഒക്കെ ഉള്ള നമ്മളൊക്കെ എന്തൊക്കെ കാട്ടിക്കൂട്ടലുകളാണ് നമ്മുടെ മതത്തിൽ ചെയ്തു വെക്കുന്ന. അല്ലാഹ് ഇഷ്ടപ്പെടുത്താത്ത രീതിയിൽ കല്യാണം കഴിക്കുന്നില്ലേ. അതിന് കല്യാണത്തിന് വേണ്ടിയ കൊപ്പ്, അതായത് ഖത്തീബ് കുത്തുബ കഴിഞ്ഞിറങ്ങുന്നവരെ മാന്യമായിട്ട് ആരും ഒന്നും മിണ്ടൂല, മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഒന്നും കാണൂല. പിന്നെ എവിടുന്നാ വരുന്നത് എന്നറിയില്ല, ഒരാളെ ഉയരത്തിലുള്ള കേക്ക്, എന്തൊക്കെ കാട്ടിക്കൂട്ടല്, പട്ടകം പൊട്ടിക്കല്, വേറെ പിന്നെ എന്തെല്ലോ ഡാൻസും അമ്പലത്തിലെ മുട്ടലും, പിന്നെ എന്തിനറിയുമ്പോ അത് മയ്യത്ത് കട്ടില് വരെ ഒരു കളിയിൽ ഭാഗവാക്ക. ആ രീതിയിൽ അള്ളാഹുവിനെ ഇങ്ങനെ എന്നെ പരിഹസിച്ചു കൊണ്ടിരിക്കുക, അള്ളാഹുവിന്റെ ദീനിനെ കളവാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. റബ്ബ് സുബ്ഹാനഹു വ തആല കാക്കുമാറാട്ടെ. ഇതൊന്നും ചെയ്യുന്നത് നമ്മളല്ലെങ്കിലും ഇത് കണ്ടിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുത്താലും ഇവർക്ക് വരുന്ന ശിക്ഷ നമ്മളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരാതിരിക്കട്ടെ എന്നൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ അല്ലേ. സാരിയോ ഇല മാഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതി വൽ അർള് ല്ലേ. അതായത് ഇലൽ ജന്ന, അതായത് അങ്ങനത്തെ ഒരു സ്വർഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും ഇതാക്കട്ടെ. പഠിച്ചോനെ അതായത് എല്ലാം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ആളുകൾ തിങ്ങി നിറഞ്ഞൊഴുകുന്ന ഒരു ദിവസം ഉണ്ട്. അന്നത്തെ ദിവസം അവരുടെ കൂട്ടത്തിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു അനുമതി ലഭിക്കുമാറാവട്ടെ. ആമീൻ. എത്ര ആളുകളെയാണ് ഒഴിപ്പിച്ചത്. 135 മില്യൺ മുതൽ 150 ബില്യൺ വരെ. മില്യൺ എന്ന് പറഞ്ഞാൽ എന്നെ പോലെ നിങ്ങളെ പോലെയുള്ള സാധാരണക്കാർക്ക് മനസ്സിലാവൂല. അത്രയും ആളുകളെ അല്ല, അത്രയും ഡോളർ നാശനഷ്ടങ്ങളാണ് വിതച്ചിട്ടുള്ളത്. 23,713 ഏക്കർ ചതുരശ്ര കിലോമീറ്റർ ആണ് കത്തിക്കൊണ്ടേ. 10 ദിവസമാണ് കത്തുന്നല്ലേ. ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ എത്ര വീടുകളും എന്തെല്ലാം ബിൽഡിങ്ങുകളൊക്കെയാണ് ഈ കത്തിയിട്ടുള്ള. റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ റബ്ബേ. അത് മാത്രമല്ല, ഈ കത്തിക്കൊണ്ടിരിക്കുന്ന ഇവിടെ ഈ മാറ്റി പാർപ്പിച്ചെന്ന് പറയുന്ന പല സ്ഥലങ്ങളിലും വെള്ളമില്ല, കറണ്ടില്ല, മൊബൈൽ ഫോണില്ല, ഭക്ഷണമില്ല. ഇനി ഒന്നും ഇല്ലെങ്കിൽ പോട്ടെ, അവർക്കൊന്ന് കക്കൂസ് പോണമെന്ന് വിചാരിച്ചാൽ അതിന് വെള്ളമില്ലാണ്ട് പറ്റുമോ? അത്ര പോലും ഇല്ല എന്ന് പറയുന്നത്. കുളിക്കണം, പല്ല് തേക്കണം, വെള്ളം കുടിക്കണം, ഭക്ഷണം കഴിച്ചിട്ട് ഇതിനൊന്നുമില്ല. അവസ്ഥ കൂരിരുട്ടാണ്. ഇനിയിപ്പോ TV കാണാത്തവരായിരിക്കും മിക്ക ആളുകളും. പക്ഷെ ഇതൊന്ന് TV-ൽ ഇതിന്റെ ലൈവ് സീൻസ് ഒക്കെ ഒന്ന് കണ്ട് നോക്കണം അല്ലേ. അതൊക്കെ കണ്ടു നോക്കിയാൽ നമുക്ക് ബേജാറായി പോവും. അമ്മാതിരി സീനുകളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. ഇങ്ങനത്തെ ഓരോ ഫിത്നകളും ഫസാദുകളും നാട്ടിൽ നടക്കുമ്പോൾ നമ്മളും അവരെ പോലെ തന്നെ നമ്മളും അവർക്ക് ഭയമില്ലാത്ത കൊണ്ട് സംഭവിച്ചില്ലേ, നമ്മളും ഭയപ്പെടേണ്ടിയിരിക്കുന്നു. എത്രയോ വർഷം ഇത് സാധാരണക്കാരുള്ള സ്ഥലത്തല്ല ഇതുള്ളത്. ഇത് ഭയങ്കരമായ കാടും, കാടിന്റെ നടുവിൽ വീടും, വീടിന്റെ നടുവിൽ അരുവികളും, വലിയ റിസോർട്ടുകളും, അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ജാതി. അതെച്ചാല് നമ്മൾ കാണില്ലേ വലിയ കല്യാണത്തിനൊക്കെ ഉപ്പുമാങ്ങയും നെല്ലിക്ക ഇട്ട് വെക്കുന്ന ചെറിയ
കടകള്, അങ്ങനത്തെ ഒക്കെ പല മോഡൽ. ഓരോ വീടും ഒന്നൊന്നിന് മെച്ചമാണ്. ആ രീതിയിൽ നല്ല കാലാവസ്ഥ, നല്ല അന്തരീക്ഷവും നല്ല താമസ സൗകര്യങ്ങളും, പൈസക്കാര് മാത്രം, പാവങ്ങൾ ഒരു വിഷമങ്ങളും അവരറിയണ്ട, ആ കോലത്തിൽ നിൽക്കുന്ന അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളതില്ലേ. എങ്കിൽ പിന്നെ നമുക്കൊക്കെ എന്ത് ഗ്യാരണ്ടിയാണ് ഉള്ളത്? നമ്മൾ കണ്ടതാണല്ലോ വയനാട്ടിലെ ചൂരൽമലയിൽ സംഭവിച്ചല്ലേ. മാതല്ല, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ ജനതനെ അള്ളാഹു സന്മാർഗത്തിലാക്കി കൊടുക്കട്ടെ. ബിദ്അത്തിൽ നിന്നും കുഫറുകളിൽ നിന്നും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന സ്വഭാവത്തിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ലോകശാസ്ത്രം ഇങ്ങനെ വളർന്നു കൊണ്ടിരിക്കുകയാണ് അല്ലേ. നമുക്കറിയാം ലോകത്തിലെ ഒരുപാട്, അതായത് പിന്നെ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഈ പരീക്ഷണങ്ങൾ അവസ്ഥയിൽ ഇപ്പൊ പിന്നെ എന്താണ് പറയുന്നത് എന്താന്ന് വെച്ചാല്, പിന്നെ ഇനിയിപ്പോ വരാൻ പോണത് ഈ ഒരു സംഭവം നടക്കുന്നതിന് മുമ്പേ പിന്നെ ഫ്ലൈറ്റിൽ ഇങ്ങനെ പോകുമ്പോൾ പൈലറ്റ് കണ്ടിട്ടുണ്ട് അത്ര ആകാശ ലോകത്ത് എന്തോ ഒരു പ്രത്യേക ദൃഷ്ടാന്തം. ആ ദൃഷ്ടാന്തം കണ്ടപ്പോൾ അവരിങ്ങനെ മനസ്സിലാക്കുന്ന, അവർക്ക് എന്താണെന്നൊന്നും അറിയില്ല, അങ്ങനെ കണ്ട്. അങ്ങനെ ഈ 25-ൽ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഫേസ് ചെയ്യാനിരിക്കുന്നു പറയുന്നത്. അതായത് ഒന്ന്, പിന്നെ യൂറോപ്യൻ വേറെ ഏതോ രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം നടക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ കാറുകളൊക്കെ ഓൾറെഡി ഓടിക്കഴിഞ്ഞ്, അതായത് ഡ്രൈവർലെസ് കാർ ഇല്ലേ, ഡ്രൈവർ ഇല്ലാണ്ട് കാറ് നമ്മളിപ്പോ പിന്നെ മൊബൈൽ ആപ്പിൽ ഓൺ ആക്കി കഴിഞ്ഞാൽ കാറ് വന്ന് നിൽക്കും, നമ്മൾ കയറുന്നു, പിന്നെ കാറ് തന്നാലെ പോകുന്നു. അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളില്ലേ. ഇപ്പൊ ഈ ഫോട്ടോയിൽ നിങ്ങൾ കാണുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, ഇദ്ദേഹം ഗസവെ ചുട്ട് കരിക്കൂയിൻ, വെൽ ഡൺ വെൽ ഡൺ എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ് ആരും ഇവിടെ ബാക്കി വെക്കണ്ട, നിങ്ങൾ ചെയ്തത് നല്ല പ്രവൃത്തിയാന്നും പറഞ്ഞിട്ട് ആ ഇസ്രായേലിയും പിന്നെ എന്താ നെതന്യാഹു അയാളെ പ്രശംസിച്ച ഒരു മനുഷ്യനാണ്. ഇദ്ദേഹത്തിന്റെ കണ്ണീർ ഇദ്ദേഹത്തിന്റെ കണ്ണീർ ഇന്ന് ലോക ജനതകൾക്കും, ഇയാളൊരു പിന്നെ സെലിബ്രിറ്റിയാണ്, ഒരു സിനിമാ നടനാണ്, ലോക ജനത കാണുകയാണ് ഇയാളൊരു അവസ്ഥ അല്ലെ. അപ്പൊ ഇത്രയുള്ള ഒരു നിമിഷം കൊണ്ട്, എന്താണ് ഒരു ചൊല്ലുണ്ടല്ലോ, ഒരു നിമിഷം കൊണ്ട് തണ്ടിലേറ്റുന്നതും ഭവാൻ രണ്ടു നാൾ കൊണ്ട്, അങ്ങനെ ഒരു പദ്യം പണ്ട് ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ അള്ളാഹുവിന് ഇതൊന്നും ഒരു പ്രയാസവും ഇല്ലാന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കലെ. എപ്പോഴാണ് പരീക്ഷണം വരിക, എപ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ ഇതിലകപ്പെടാന്നൊന്നും നമുക്കറിയില്ല അല്ലെ. നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ച് നോമ്പിലേക്കുള്ള നന്മകൾ ചെയ്ത്, ഒരുപാട് ഒരുപാട് നന്മകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് എങ്ങനെങ്കിലും അടുക്കാനില്ലേ. അള്ളാഹുവിന്റെ അടുത്തേക്ക് അടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരുപാട് ഓഫറുകളും കാര്യങ്ങളും റമദാനിലെ അനുഗ്രഹങ്ങളൊക്കെ വാരി കൂട്ടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുകയാണ്. ലോക പോലീസ് എന്ന് സ്വയം പരിചയപ്പെടുത്തി ലോകം മുഴുവനും നമ്മുടെ കാൽ കീഴിലാണെന്ന് വരുത്തി തീർത്ത്, പിന്നെ നമ്മുടെ അതിനുള്ള ചാൻസസ് നമ്മൾ അറബിക്കളും ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ. അറേബ്യൻസ് അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അവരുടെ മുഴുവൻ പൈസ സെസ് ബാങ്ക് അക്കൗണ്ട് ആയിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കും. മാത്രമല്ല അവരുടെ കുട്ടികളെ പഠനവും അവരുടെ തോന്നിയാസും, അവരിവിടെ നിന്നുള്ള നീളക്കുപ്പായും പിന്നെ തലേ തട്ടവും മറ്റേ കിരീടവും എല്ലാം അവിടെ പോയാൽ അറബിക്കുള്ളൂ. അവരെ കുട്ടികൾക്ക് തോന്നിയ മാതിരി അല്ലെ ഷോർട്സും അതും ഇതൊക്കെ ഇട്ട് തോന്നിയാസം കളിക്കാൻ പോകുന്ന സ്ഥലമാണ് ഇവിടെ അമേരിക്ക അല്ലെ. ഇപ്പൊ ലോക പോലീസ് എന്ന് പരിചയപ്പെടുത്തി ഈ രീതിയിലൊക്കെ അവർ ചെയ്തെങ്കിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു തആല ഒരു പരീക്ഷണം വന്നപ്പോഴില്ലേ, ഇതാർക്കും താങ്ങാനാവുന്നില്ല എന്ന് വേണം പറയാൻ. ഈ ഫ്ലൈറ്റിലൊക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ TV കാണാത്തവരാണെങ്കിൽ ഒന്ന് ഡയറക്റ്റ് ഒന്ന് കണ്ടു നോക്കണം. ആ രംഗങ്ങളൊക്കെ കണ്ടാൽ സത്യത്തിൽ ബേജാറായി പോവും അല്ലെ. ഫ്ലൈറ്റിൽ കൊണ്ടുവന്ന് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നെന്ന് പറയുന്നത്, ഈ വെള്ളത്തിൽ എന്തോ കെമിക്കൽ ഉണ്ട് അത്ര, ഇത് തീ കെടാൻ. പക്ഷെ തീ ഇങ്ങനെ കെട്ടുന്ന് തോന്നും. പക്ഷെ ഒരു കുറെ ഇത് ഏക്കറുകൾ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ കണക്കില്ലാത്ത ദൂര സ്ഥലങ്ങളാ. അവരുടെ കയ്യിൽ പിടുത്തമില്ല. അതിനുമാത്രം സോൾജിയേഴ്സ് അവരെ കൊണ്ട് കഴിയുന്ന എല്ലാ രീതിയിലും ചെയ്തിട്ട് ഒരു കാര്യമില്ല. നല്ലപോലെ അണഞ്ഞു കിടക്കുന്ന തീയാണ്, പിന്നെ ഇങ്ങനെ ആളി കത്തുന്നതില്ലേ. എന്തെന്ത് പുരകളാണ് ഇതന്നല്ലേ നമുക്ക് ഖിയാമത്ത് നാളിലോ സംഭവിക്കാനുള്ള അതിന്റെ ചെറിയ മുന്നോടികളായിട്ടുള്ള ഖിയാമത്ത് നാളിന്റെ അലാമത്തുകളിൽ പെട്ട അലാമത്ത. പക്ഷെ ഇവിടെയും അള്ളാഹുവിന്റെ എന്തെല്ലോ ഗൂഢ ലക്ഷ്യങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ ജനതയെ അള്ളാഹുവിനെ അപ്പാടങ്ങ് നശിപ്പിക്കാമായിരുന്നു. പഠിച്ചോൻ നശിപ്പിച്ചിട്ടില്ല. പഠിച്ചോൻ എന്താ വെച്ചാല് അവരെ ജീവിക്കാൻ വിട്ടു അല്ലെ. നിരാലംബരാച്ച ഒന്നിന ഒരു തരത്തിൽ അവർ ഗതിയില്ലാത്ത കോലത്തിൽ വെള്ളത്തിനും വായുവിനും, മറ്റേ വായു എന്ന് പറയുന്നത് ഇതൊക്കെ കത്തിയിട്ടുള്ള ഓക്സിജൻ പിന്നെ കത്തിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ്
പുകയാണ് അവിടെ ഉള്ളത് അല്ലെ. വായു പോലും നല്ലതില്ല. ആ അവസ്ഥയിൽ അവരെ അള്ളാഹു ജീവിക്കാൻ വിട്ടു. എന്തിനു വേണ്ടിയായിരിക്കാം? മേ ബി ചിലപ്പം അവര് യഥാർത്ഥ തൗഹീദിലേക്ക്, യഥാർത്ഥ ആശയത്തിലേക്ക്, അള്ളാഹുവിൻ്റെ ഉള്ള ഇഷ്ടത്തിലേക്ക് അവർ തിരിച്ചു വന്നാലോ എന്നായിരിക്കാം ചിലപ്പോൾ. അള്ളാഹ് നമുക്കറിയില്ല, മേ ബി ഇല്ലേ, അള്ളാഹിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല. അപ്പം ഇതും കൂടെ വേറെ ഒരു ഇത് കണ്ടു. അതായത് ഞാൻ പറഞ്ഞില്ല, ജനസംഖ്യയെ കുറിച്ച് പഠനം നടത്തി നോക്കുമ്പോൾ ഇനി ഏറ്റവും കൂടുതൽ 2030 ആകുമ്പോൾ കൂടുതൽ ആളുകൾ ഇസ്ലാം മതവിശ്വാസത്തിലേക്ക് കടന്നു വരാൻ ചാൻസ് ഉള്ളതും അമേരിക്കയിൽ നിന്നാണ്. അത്ര മാത്രവുമല്ല, അമേരിക്കയിലൊക്കെ സിനിമാ നടികളും അങ്ങനെയുള്ള വലിയ 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 സെലിബ്രിറ്റികളും ഇസ്ലാം മതം സ്വീകരിക്കുന്ന എന്താന്ന് വെച്ചാൽ അവരെല്ലാ സുഖഭോഗങ്ങളും മാക്സിമം അടിച്ച് പൊളിച്ച് എല്ലാ റിസോർട്ടുകളിൽ അവിടെ ഇവിടെയൊക്കെ പാർത്തല്ല ആണുങ്ങളൊപ്പരും പോയി കിടന്നെല്ലാം കഴിഞ്ഞ് അവസാനം അതിലൊക്കെ അവരെ സുഖം മടുപ്പ. അതായത് സ്വർഗത്തിലല്ലാത്ത നാട്ടിലെ സുഖങ്ങൾക്കൊക്കെ ഒരു അവധി ഉണ്ടല്ലോ, അത് കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കും. അങ്ങനെ ബോറടിച്ചിട്ട് അവർ ഇനി എന്ത് എന്ന് ചോദിക്കുന്ന ഉത്തരവുമായിട്ടാണ് അവര് ഇസ്ലാം മതത്തിലേക്കും ഖുറാനിലേക്കും കടന്നു വരുന്നത്. അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആഗതമാകുവാനാണോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവർക്ക് ഇങ്ങനെ ഒരു ചാൻസ് കൊടുത്ത? അള്ളാഹു ആലം. നമ്മൾ അവരെ കുറിച്ച് വിമർശിക്കാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നീക്കി കൊടുക്കട്ടെ. അവർക്ക് വെള്ളവും ഭക്ഷണവും കിട്ടട്ടെ, അവർക്ക് നല്ല തൗഹീദ് നൽകട്ടെ, അവർക്കെങ്കിലും അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു പരീക്ഷണമായി തീരട്ടെ എന്നൊക്കെ നല്ലത് ആശംസിക്കുക അല്ലെ. ഒരു വിശ്വാസി ഒരിക്കലും മറ്റൊരാളെ പരിഹസിക്കാനോ ശാപപ്രാർത്ഥന നടത്താനോ ഒന്നും പാടില്ല അല്ലെ. നോക്കി പരിഹസിക്കുമ്പോൾ നമ്മളെ എന്തെല്ലോ തെറ്റുകളുണ്ട്. ഒരു വിരൽ അവർക്ക് നേരെ ചൂണ്ടുമ്പോൾ 4 വിരലുകളും എൻ്റെ നേരെ തന്നെയാണ് ചൂണ്ടുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ അപ്പം ഈ ഒരു വല്ലാത്തൊരു ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയൊക്കെ പരീക്ഷിച്ചാൽ, ഇതൊക്കെ ഇപ്പൊ നോക്കി നിങ്ങള്, ഞാനും നിങ്ങളൊക്കെ പല സഹോദരിമാരും പല മക്കളടുത്തും എല്ലായ്പ്പോഴും നമ്മളെ ഗ്രൂപ്പിലെ പല സിസ്റ്റേഴ്സും പല സമയത്തും നാട്ടിലുണ്ടാവും. ദുബായി പോയി, സൗദി പോയി, ജർമ്മനി പോയി, ഇങ്ങനെ മക്കൾ ആ നാട്ടിലൊക്കെ പോകുമ്പോൾ ഒന്ന് ഉമ്മനി ഉപ്പനി ഗൾഫ് കാണിക്കാലോ അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസ് ഒന്ന് കാണിക്കാലോ എന്ന് വിചാരിച്ച് അവർ ഇൻവൈറ്റ് ചെയ്യും. നമ്മൾ പോകും. നമ്മൾ പോകുന്ന അവസരത്തിൽ ഇങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടാവുന്നതെന്ന് നിങ്ങളും സങ്കല്പിച്ച് നോക്കി. അപ്പൊ നമ്മൾ പറയും അങ്ങനെ വേണോ, എനിക്ക് അത് കിട്ടിയാൽ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല അല്ലെ. അതാണ് അതിന്റെ സത്യാവസ്ഥ. ഇങ്ങനെ ഇപ്പൊ നമ്മളെ നാട്ടിൽ നിന്ന് ആരൊക്കെ അവിടെ ഉണ്ട് എന്ന് നമുക്കറിയില്ല അല്ലെ. അള്ളാഹു ആലം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ അത്തരത്തിലുള്ള എല്ലാവിധ താങ്ങാനാവാത്ത പരീക്ഷണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പിന്നെ നമ്മൾ പറയാൻ കൊണ്ടുവന്ന വിഷയം പിന്നെ ഇതാണല്ലേ, ഇഖ്ലാസ് സൂറത്തിനെ കുറിച്ചാണല്ലോ അല്ലെ. അപ്പൊ വിശുദ്ധ ഖുർആനിലെ 112 സൂറത്താണ് അൽ ഇഖ്ലാസിലെ മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്താണ്. 4 ആയത്തുകൾ, ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും മനഃപ്പാഠമുള്ള ഒരു സൂറത്തും കൂടാണ് അല്ലെ. ഏകദൈവ വിശ്വാസം ഉൾക്കൊള്ളുന്ന ആശയങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. അതായത് അല്ലാഹു അഹദ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഏകത്വം ടാറിട്ടുറപ്പിക്കുന്ന ആയത്തുകൾ. വെറും ചെറിയ 4 ആയത്തുകളാണെങ്കിൽ പോലും എല്ലാവർക്കും അത് ഹൃദ്യസ്ഥമാണ്. കുട്ടികൾക്ക് പോലും പഠിക്കാൻ എളുപ്പമുള്ള സുന്ദരമായൊരു ഒരു ഒരു സൂറയാണെന്ന് മനസ്സിലാക്കാം അല്ലെ. മതത്തിന്റെ അടിസ്ഥാന മൗലിക തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന നിലയ്ക്ക് സൂറത്തുൽ അസാസ്, അതായത് സൂറത്തുകളുടെ അടിത്തറ എന്നും, സൂറത്തുൽ മാരിഫ് വിജ്ഞാനം എന്നും, സൂറത്തു തൗഹീദ് എന്നും, സൂറത്തുൽ ഇഖ്ലാസ് എന്നും ഇതിന് 4 പേരുകൾ ഉണ്ട് അല്ലെ. അപ്പം ആയിഷ റളിയല്ലാഹുവിൽ നിന്ന് ഇതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആയിഷ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഒരു ഹദീസിൽ കാണാം, ഒരാളെ ഒരു സൈന്യത്തിന്റെ തലവനായി നിയോഗിച്ചിരുന്നു. അദ്ദേഹം അവരുമായി നമസ്കരിക്കുമ്പോൾ പതിവായിട്ട് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തുകൊണ്ടേയിരുന്നു അല്ലെ. അങ്ങനെ പാരായണം ചെയ്തുകൊണ്ട് അതിൽ ഖുർആൻ പാരായണം അവസാനിച്ചിരുന്നത് സൂറത്തുൽ ഇഖ്ലാസ് കൊണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം, എന്നാൽ അതിന്റെ മഹത്വത്തെ കുറിച്ച് ഒന്നും കൂടെ വിശദീകരിക്കുകയാണ്. അപ്പം അങ്ങനെ ഈ വിവരം സൈന്യം മടങ്ങി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബികൾ ധരിപ്പിച്ചു, ഇയാൾ ഇങ്ങനെ സ്ഥിരമായിട്ട് പാരായണം ചെയ്യുന്നുണ്ട്, അവരോട് ഇത് നിർത്താൻ പറഞ്ഞിട്ട് അദ്ദേഹം കേട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോടായിട്ട് ചോദിച്ചു, എന്താണ് ഇതിന് കാരണം അല്ലെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഫസലുഹു ഫഖാല അല്ല സിഫത്ത്. അപ്പം അദ്ദേഹം പറയാണ്, അന്നഹു സിഫാത്തു റഹ്മാൻ, ഇതിലേത് പരമകാരുണ്യന്റെ സിഫാത്തുകളാണ്. അന ഉഹിബ്ബു അൻ അഖ്റഅ ബിഹ, ഞാൻ ഇത് പാരായണം ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബിറുഹു, അവനോട് പറയുക, യുഹിബ്ബുഹു, അള്ളാഹു അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുക. ഇത്
ഈ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തത് മുസ്ലിമാണ് അല്ലെ. അപ്പൊ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ സ്വീകാര്യ യോഗ്യമായിട്ട് കണക്കാക്കാം. അപ്പൊ ഇദ്ദേഹം ഇതിന് ചെയ്തത് എന്താ വെച്ചാൽ എല്ലാ നമസ്കാര ശേഷവും സൂറത്ത് ഓതിയ ശേഷം രണ്ടാമതായിട്ട് അയാളെ വകായിട്ട് സൂറത്തുൽ ഇഖ്ലാസ് ഓതുമായിരുന്നു. പിന്നെ മറ്റൊരു ഹദീസിൽ ഇപ്രകാരം കാണാം. അനസ് റളിയല്ലാഹു നിവേദനം ചെയ്ത ഹദീസ്, ആദ്യത്തെ ആയിഷ റളിയല്ലാഹു ആണ് കേട്ടോ നിവേദനം ചെയ്തത്. അൻസാരികളിൽ ഒരാൾ മസ്ജിദ് ഖുബയിൽ നമസ്കരിക്കാറുണ്ടായിരുന്നു. ഈ ഉംറക്ക് ഹജ്ജിനൊക്കെ പോയവർക്കൊക്കെ അറിയാം മസ്ജിദുൽ ഖുബ അല്ലെ. ഖുബ മസ്ജിദ് നമ്മളൊക്കെ പോയി നമസ്കരിക്കലുണ്ട്. ഓരോ റകഅത്തിലും ആദ്യം ഖുൽ ഹുവല്ലാഹു എന്ന സൂറത്തും കൂടെ മറ്റേതെങ്കിലും സൂറത്തുകളും ഓതുമായിരുന്നു. അദ്ദേഹം ഇങ്ങനെ പതിവായി ചെയ്തപ്പോൾ ആളുകൾ അദ്ദേഹത്തെ വിമർശിക്കാൻ തുടങ്ങി. അപ്പൊ ഖുൽ ഹുവല്ലാഹു ഓതിയിട്ട് അത് പോരെന്ന് വെച്ച് മറ്റൊരു സൂറത്ത് കൂടി ചേർക്കുകയോ അത് ശരിയില്ല. ഒന്നുകിൽ അത് മാത്രം പറഞ്ഞു അത് ഒഴിവാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നമസ്കരിക്കുന്നുള്ളൂ, ഇല്ലെങ്കിൽ ജമാഅത്ത് ഒഴിവാക്കിക്കൊള്ളാം. എന്താ വെച്ചാൽ ഇമാമ് ഞാൻ നിൽക്കുന്നില്ല, ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ നിസ്കരിക്കാം, പക്ഷെ ഞാൻ എന്തായാലും ഇത് ഓതും എന്നുള്ള ഒരു ശാഠ്യത്തിലായിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന് പകരം മറ്റൊരാളെ ഇമാമായിട്ട് നിശ്ചയിക്കാൻ അവർക്ക് ഇഷ്ടമില്ലായിരുന്നു. മദീനത്തുള്ള ആളുകൾക്ക് വേറൊരാൾ അതിന് പകരം വെക്കാൻ വെച്ചാൽ ഖിറാത്തൊക്കെ നല്ലതാണ്, നല്ല ക്വാളിറ്റി വൈസ് നല്ലൊരു ഇമാമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തന്നെ പിന്നെ ഇമാമാക്കി നിർത്താൻ അവർ ആഗ്രഹിക്കുകയും ചെയ്തു അല്ലെ. അപ്പൊ ആളുകൾക്ക് ഒടുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അല്ലെ, ഇപ്പോഴൊക്കെ ആരെങ്കിലും അങ്ങനെ ഓതി ഒരു സുന്നത്തായി വരിക എന്നൊക്കെ പറഞ്ഞാൽ അത് ബിദ്അത്ത് എന്നേ പറയുള്ളൂ അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അയാളെ വിളിപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടുകാരുടെ അഭിപ്രായം സ്വീകരിക്കാൻ നിങ്ങൾക്ക് എന്താണ് തടസ്സം അല്ലെ. പിന്നെ എല്ലാ റക്കാത്തിലും സൂറത്ത് പാരായണം ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? അദ്ദേഹം പറഞ്ഞു, കേവലം സുദീർഘമായ ഹദീസാണ്, ഇതിന്റെ മലയാളം മാത്രമാണ് ഞാൻ വായിക്കുന്നത് കേട്ടോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഫഖാല ഇന്നി ഉഹിബ്ബുഹ. അപ്പൊ കാരണം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ആ സൂറത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഖാല ഹുബ്ബുക ഇയ്യാഹ അദ്ഖലകൽ ജന്ന. അതായത് ഇതിനോടുള്ള ഇഷ്ടം താങ്കളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ എന്ന് അല്ലെ. ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആരാണ്? ബുഖാരി ഇമാമാണ്. പക്ഷെ സംഭവം ഇങ്ങനൊക്കെ ആണെങ്കിൽ പോലും നമ്മളിൽ ആരും തന്നെ ഈ ഒരു സുന്നത്ത് എടുക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞാൻ എല്ലാ ഭക്ത നിസ്കാരത്തിലും മാക്സിമം ഇത് ശ്രദ്ധാപൂർവം ചെയ്യാറുണ്ട്. ആദ്യത്തെ ആയിഷ റളിയല്ലാഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണുന്ന എന്താ വെച്ചാല് ആ ഇമാം എന്താണ് ചെയ്തിരുന്നത് വെച്ചാൽ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാറായിരുന്നു ചെയ്തിരുന്നത്. അത് ഇമാം മുസ്ലിം ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്. രണ്ടാമത്തെ മസ്ജിദുൽ ഖുബായിലുള്ള ആ ഇമാം ചെയ്തത് എന്താ വെച്ചാല് ആദ്യം ഇഖ്ലാസ് ഓതിയിട്ട് പിന്നെ സൂറത്ത് ഓതു അല്ലെ. അപ്പൊ അയാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളുടെ ഈ സൂറത്തിനോടുള്ള ഇഷ്ടം നിങ്ങളെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു അല്ലെ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, രണ്ട് കാര്യങ്ങൾ ഇതിലൂടെ വ്യക്തമാണ്. അതായത് അവസാനം ഓതിയ ആളോട് അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. രണ്ടാമത് ഓതുന്ന ആളോട് പറഞ്ഞിട്ടുള്ള ഈ മസ്ജിദുൽ ഖുബയിലുള്ള ആളോട് പറഞ്ഞിട്ടുള്ളത് ഹുബ്ബുക ഇയ്യാഹ അദ്ഖലകൽ ജന്ന. പക്ഷെ ഇത്രയും സുന്ദരമായ രണ്ട് ഹദീസ് മുത്തഫഖു അലൈഹി എന്ന പോലെ ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ കേട്ടിട്ടും നമ്മുടെ പല ഇമാമുകളോ നമ്മുടെ പല സഹോദരിമാരോ ഈ ഒരു സൂറത്തിനെ ഇപ്പോഴും വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടില്ല എന്ന് വേണം തന്നെ പറയാൻ അല്ലെ. അപ്പൊ നമ്മൾ അങ്ങനെ ഇപ്രകാരം ഓതുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പ്രകാരം ഹദീസിന്റെ കറക്റ്റ് നമുക്കറിയാം അല്ലെ. സ്വഹീഹ് പണ്ഡിതന്മാരുടെ മുൻനിരയിലുള്ള രണ്ടുപേരാണ് ഇത് റിപ്പോർട്ട്, ബുഖാരി മുസ്ലിമുമാണ്. എന്നിട്ട് പോലും നമ്മൾ എന്തുകൊണ്ട് ഇതൊന്നും ലൈഫിൽ അപ്ലൈ ചെയ്യുന്നില്ല? ഈ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ സുന്ദരമായ സൂറത്താണ് അല്ലെ, മനോഹരമായ സൂറത്ത്. അതിന്റെ എഴുത്ത് പോലും അതിന്റെ ഭാഷ പോലും അല്ലെ നമുക്കറിയാം. അതൊരു നല്ലൊരു സ്റ്റൈലാ കാണുമ്പോ തന്നെ. അതിന്റെ അർത്ഥവും നമുക്കറിയാം അല്ലെ. അർത്ഥം അറിയാത്തവരും വളരെ ചുരുക്കാക്കി. എന്നിട്ട് പോലും നമ്മൾ ഈ ഒരു സുന്നത്ത് നമ്മുടെ ലൈഫിൽ നമ്മൾ തീരെ അപ്ലൈ ചെയ്യുന്നില്ല എന്ന് വേണം പറയാൻ അല്ലെ. അപ്പം നമ്മൾ
ഈ ഒരു സുന്നത്തിന്റെ മഹത്വം, സൂറത്തിന്റെ മഹത്വം, സുന്നത്തിന്റെ മഹത്വം മനസ്സിലാക്കി രണ്ടും വലിയ വിഷയങ്ങളാണ്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് അത് ചില്ലറ കാര്യമല്ല അല്ലെ. അള്ളാഹുവിനെ നമ്മൾ ഇഷ്ടാകുക എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ എത്ര കോടാനുകോടി ജനങ്ങളുണ്ട്. അവയുടെ ഇടയിൽ നിന്ന് ഏതോ ഒരു മൂലയിലുള്ള മുംതസിനെ അല്ലെങ്കിൽ ഫാത്തിമനെ അല്ലെങ്കിൽ ആയിഷനെ അള്ളാഹു ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മഹത്വമേറിയ കാര്യം. അതുപോലെ തന്നെ സ്വർഗത്തിൽ ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അത് മാലിയാണല്ലേ, കഴിഞ്ഞ് പാസ്റ്റ് ടെൻസ് ആയിട്ടാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയും മഹത്വം ഉൾക്കൊള്ളുന്ന സൂറത്ത് ഇങ്ങനെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് ഇതിന് വേണ്ടത്ര പ്രാധാന്യം കൽപ്പിക്കാത്തത് എന്ന് ഞാൻ പലപ്പോഴും വിചാരിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും കണ്ട പല ഹദീസുകളും നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ടതെടുക്കും, വേണ്ടാത്തത് അല്ല, വേണ്ടിയതും വേണ്ടാത്തതും ചിലപ്പോൾ തള്ളും. നല്ലത് ഹസന് കൊള്ളാനും പിന്നെ ലൈഫ് തള്ളാനും പറഞ്ഞു. പക്ഷെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇഷ്ടമുള്ളത് തള്ളാനും കൊള്ളാനും നമ്മൾ പഠിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ അല്ലെ. അപ്പൊ ഇനി മുതലെങ്കിലും നിങ്ങളൊക്കെ ആയ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അത് ചെയ്യുമ്പോൾ ആ സുന്നത്തെടുക്കും. അല്ലാഹുവേ നീ എന്നെ ഇഷ്ടപ്പെടുമല്ല റബ്ബേ, അതിനു വേണ്ടിയാണ് ഞാൻ ഇപ്രകാരം ചെയ്യുന്നത് അല്ലേ. നമ്മളെ ചോദ്യം വരും, ഇതൊക്കെ എന്താണ് ഇങ്ങനെ വലിയ വലിയ മൗലവിമാരോ നിസ്കരിക്കാൻ കഴിയട്ടെ, അങ്ങനെ വലിയ മൗലവിയും പണ്ഡിതന്മാരും സ്വർഗത്തിൽ പോണോ വേണ്ടെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്, നമ്മളല്ല അല്ലെ. നമുക്ക് പോണം, നമുക്ക് അള്ളാഹിന്റെ ഇഷ്ടം സമ്പാദിക്കണം അല്ലെ, നമുക്ക് സ്വർഗത്തിൽ പോണം എന്ന നെയ്യത്തോടു കൂടി നമുക്ക് ഇത് എല്ലാ വക്ത് ഫർള് നിസ്കാരത്തിന്റെ കൂടെയും പാരായണം ചെയ്യാം അല്ലെ. പിന്നെ വേറൊരു ഹദീസ്, അതും ഭയങ്കര രസകരമാണ്. അബൂ സഈദുൽ ഖുദരി റഹിമഹുള്ള നിവേദനം ചെയ്ത ഹദീസിൽ ഒരു മനുഷ്യൻ രാത്രി നമസ്കാരത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുന്നത് മറ്റൊരു മനുഷ്യൻ കേട്ടു. അയാൾ ആവർത്തിച്ച് അത് ഓതിക്കൊണ്ടിരിക്കുകയാണ്. പ്രഭാതമായപ്പോൾ കേട്ട മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്ന് വിവരം ഉണർത്തി. ഞാനും ഇല്ലേ ഈ ഹദീസ്, ഇപ്പൊ നമ്മൾ വായിക്കുന്ന ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണുന്ന മുമ്പേ എനിക്ക് ഈ സൂറത്തുൽ ഇഖ്ലാസിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ കുറേ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ട് തഹജ്ജുദിൽ നമസ്കരിക്കും. അതിനപ്പോ ഞാൻ അങ്ങനെ വിചാരിക്കും, പഠിച്ചോനെ ഇത് ബിദ്അത്തായി പോവോ, അങ്ങനെ ആരെങ്കിലും ചെല്ലിയിട്ടുണ്ടായിരിക്കൂലേ, ഞാനിതൊന്നും കണ്ടില്ലാലോ, അങ്ങനത്തെ ആയത്തോ ഹദീസോ ഒന്നും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയും. പക്ഷെ ഞാൻ എനിക്കത് ഗിവപ്പ് ചെയ്യാൻ എനിക്ക് തോന്നില്ല. എനിക്ക് ഇഷ്ടം, അതിനുള്ള ഇഷ്ടം കാരണം ഞാൻ ഒരു റക്അത്തിൽ ഒരുപാട് ഓതുമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഈ ഹദീസ് കണ്ടത്. ഈ അബൂ സഈദുൽ ഖുദരി റഹിമഹുല്ലാഹിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ ഒരു മനുഷ്യൻ രാത്രി നമസ്കാരത്തിൽ ഒരുപാട് ഖുൽ വല്ലാഹു ഓതി അല്ലെ. അത് വേറൊരാൾ നിസ്കരിക്കുന്നത് കേട്ടപ്പോ അയാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കംപ്ലൈന്റ് ബോധിപ്പിച്ചു. അവര് ചെറിയ കുട്ടികളെ മാതിരി അല്ലെ. നമുക്കറിയാം, നമ്മളൊക്കെ ചെറിയ കുട്ടികളാണെന്നാലത്തെ കുട്ടിക്കാലത്ത് നോമ്പ് ആദ്യമായിട്ട് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ നോമ്പ് പിടിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള മധുര പലഹാരം കാണുമ്പോൾ നമ്മൾ കട്ടുകൊണ്ടയച്ച് കുറെ മിഠായി അതും ഇതൊക്കെ ബെഞ്ച്, നമ്മളെ വീട്ടിലൊക്കെ കൊലായി, വലിയ നീളമുള്ള കൊലായി, വീട്ടിന്റെ അതേ ലെങ്ത്തിൽ കൊലായി ഉണ്ട്, അന്നൊക്കെ അങ്ങനെയാണല്ലോ. എന്നിട്ട് ആ കൊലായിന്റെ അവിടെ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ടാവും, അതിലാരും വന്നാലിരിക്കാൻ രണ്ട് ഭാഗത്ത് ഓരോ ബെഞ്ച്. ആ ബെഞ്ചിന്റെ ഉള്ളിൽ കൊണ്ടുവച്ചാ തിന്നുക. അപ്പൊ തിന്നുമ്പോ കയറി വരുന്നവർ കാണും, പക്ഷെ ഉമ്മ കാണാൻ ഞാൻ മതിയല്ലോ അല്ലെ. അങ്ങനെ അവിടെ കൊണ്ടുവച്ചിട്ട് വെള്ളം കുടിക്കൂ, ഒന്നും എടുക്കുമ്പോ വെള്ളം കുടിക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലേ. അതുപോലെ അപ്പൊ എന്താക്കും, മറ്റേ മൂത്ത കുട്ടിയോ അല്ലെങ്കിൽ ഉമ്മന്റെ അനിയത്തിന്റെ മക്കളോ ഏട്ടത്തിന്റെ മക്കളോ അവരാരെയും കണ്ടപ്പോഴോ വെക്കുന്ന മുമ്പിലിട്ടോ വെളുന്ന് വെള്ളം കുടിച്ച് വെളുമിട്ടായി ഇന്ന് ഓൾറെഡിയാന്ന് അത് വാങ്ങി ഇത് വാങ്ങി എന്നൊക്കെ വന്ന് പറഞ്ഞു കൊടുക്കല്. അതുപോലെ സ്വഹാബികളെ ഒരു പണിയായിരുന്നു, ആരെങ്കിലും എന്ത് സുന്നത്ത് അവർക്ക് സംശയം തോന്നുന്ന കാര്യങ്ങൾ ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ഉണർത്തിക്കല്. അങ്ങനെ വന്ന് ഉണർത്തിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്റെ ആത്മാവിനെ നിയന്ത്രിക്കുന്നവനാണേ സത്യം അല്ലെ, അല്ലദീ ബിയദിഹി അല്ലദീ ബിയദിഹി അങ്ങനെ പറയുന്നുണ്ട്. എന്റെ ആത്മാവിനെ നിയന്ത്രിക്കുന്ന അള്ളാഹുവാണേ സത്യം. പിന്നെ ഇൻ യഖ്റഉ സുലുസൽ ഖുർആനി ഫീ ലൈലത്തിൻ ഫശക്ക ദാലിക അലൈഹിം വഖാലു അയ്യുനാ യുതീഖു ദാലിക ഖാല റസൂലുള്ളാഹി. അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പിന്നെ ഖുർആന്റെ മൂന്നിൽ ഒരു ഭാഗം ദിവസേന പാരായണം ചെയ്യാൻ കഴിയുമോ എന്ന് അല്ലെ. അയ്യുനാ യുതീഖു ദാലിക യാ റസൂലിൽ, ആർക്കാണ് റസൂലെ കഴിയുക എന്ന്. അല്ലാഹു അൽ വാഹിദു സമദ് സുലുസൽ ഖുർആൻ അല്ലെ, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഖുർആന്റെ മൂന്നിലൊന്ന് ഭാഗത്തിന് തുല്യമാണ് അല്ലെ. അതായത് നമ്മളിപ്പോ ഒരു 30 40 അങ്ങനെ സൂറത്തുൽ ഇഖ്ലാസ് ഓതുകയാണെങ്കിൽ നമുക്ക് 30 ഓതി കഴിഞ്ഞാൽ തന്നെ സൂറത്തുൽ
അല്ല സോറി, ഖുർആൻ 10 ഖത്തം തീർത്തതിനെ പോലെയുള്ള പ്രതിഫലം അല്ലെ, അതുപോലെയുള്ള പ്രതിഫലം ലഭിക്കുന്നു എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമസ്കാരത്തിൽ നമ്മൾ കൈ കെട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഓതുന്ന ആയത്തുകൾക്ക് ഹറഫിനും ഒന്നും അല്ല കൂലി. മറ്റുള്ള സമയത്ത് നമ്മൾ ഓതുമ്പോൾ അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ അറഫിന്റെ എത്ര അറഫ് ഓതി, അലിഫ് ലാമു മീം അങ്ങനെ അല്ലെ, ഫജർ വൽ ഫജർ എന്ന് പറയുമ്പോ വാ അൽ ഫജർ, അപ്പൊ അതിന് 5, അങ്ങനെ 5 × 10 3 × 10 അങ്ങനെയാണ് പ്രതിഫലം നൽകുക, ഓരോ ഹർഫിനും 10. അതേസമയം നമസ്കാരത്തിലാണെങ്കിൽ ഓരോ ആയത്ത് വയസ്സാണ് പ്രതിഫലം അല്ലെ. പക്ഷെ ഈ ഇഖ്ലാസ് ആവുമ്പോഴോ 3 ഇഖ്ലാസിന് പരിശുദ്ധ ഖുർആൻ മുഴുവൻ ഓതിയ പോലെയുള്ള പ്രതിഫലം. അപ്പൊ ഇത്രയും ഒരു മഹത്തായ പ്രതിഫലം, അങ്ങനത്തെ ഒരു ഹദീസ് ബുഖാരി ഇമാമാണ് റിപ്പോർട്ട് ചെയ്തത്. 5015 എന്ന നമ്പറിലുള്ള ഹദീസുമാണിത്. അപ്പൊ നമുക്ക് ഇത് വേണമെങ്കിൽ പരിശോധിക്കാം അല്ലെ. ചില ഹദീസുകളൊക്കെ പറയുമ്പോൾ ചോദിക്കുക അതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നതായിട്ട് കാണാം. അപ്പൊ നമുക്കിത് മനസ്സിലാക്കാം, അത് ബുഖാരി ഇമാം പറഞ്ഞിട്ടുള്ള ഹദീസും കൂടിയാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളില്ലേ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് ഓഫറുകൾ നമുക്ക് സുബ്ഹാനഹു തആല നമുക്ക് നൽകിയിട്ടും നമ്മൾ എന്താണ് ഇതൊന്നും ചെയ്യാത്തത് എന്നല്ലേ. ഇതൊക്കെ പ്രതിഫല ഷോർട്ട് കട്ട്, ഞാൻ പറഞ്ഞല്ലോ അള്ളാഹുവിലേക്കുള്ള ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരുപാട് നന്മകൾ നമ്മൾ നേടിയെടുത്തും കൊണ്ട്. അപ്പം ഒരു റമദാൻ മാസത്തിൽ ഇത്തരത്തിൽ ഇഖ്ലാസ് സൂറത്ത് ധാരാളമായി ഊതിയ ഒരു മനുഷ്യന് എത്രമാത്രം പ്രതിഫലമായിരിക്കും കിട്ടുക അല്ലെ. അങ്ങനെ ഹറമിൽ വെച്ച് അതേ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുമ്പോ അങ്ങനെ ഓതുകയാണെങ്കിലൊക്കെ അതുപോലെ തന്നെ ഒരുപാട് പ്രതിഫലം കിട്ടൂലേ അല്ലെ. പിന്നെ ഇതേ സൂറത്തുൽ ഇഖ്ലാസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ദുആ ഉണ്ട് അല്ലെ. ആ ദുആനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതാണ് അല്ലെ. അതായത് ആ ദുആ ഏതാണ്? അബ്ദുല്ലാഹിബിന് ബുറൈദ റളിയല്ലാഹു അൻഹു തന്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഇപ്രകാരം പറയുന്നതായി, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഇന്നി അസ്അലുക അന്ന അഷ്ഹദു അന്നക അന്ത അല്ലാഹ ലാ ഇലാഹ ഇല്ല അന്ത അൽ അഹദു സമദു ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അതായത് അള്ളാഹുവെ, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഞാൻ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു, നീ അള്ളാഹുവാണ്, നീ അല്ലാതെ ആരാധനക്ക് അർഹനായിട്ട് ആരും ഇല്ലതാനും എന്നത് അല്ലെ. അങ്ങനത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നു അല്ലെ. അപ്പൊ നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥന തുടങ്ങുമ്പോൾ ഹംദും സലാത്തും ചൊല്ലിയായിട്ട് കഴിഞ്ഞിട്ട് അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റത വഅസീല എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അത് ഓതിക്കഴിഞ്ഞാൽ എന്താ പ്രതിഫലം? ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കുകയും നമ്മുടെ ദുആ അള്ളാഹുവിലേക്ക് എത്തപ്പെടുകയും ചെയ്യുന്നു. അതോടൊപ്പം അഡീഷണൽ ബെനിഫിറ്റ് എന്നോണം അല്ലാഹുമ്മ ഇന്നി അസ്അലുക അന്ന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത ഒരു ദുആയും കൂടെ ചെല്ലുകയാണെങ്കിൽ നമ്മുടെ ദുആക്ക് ഉത്തരം ലഭിക്കുമെന്നാണ് പറയുന്നത് അല്ലെ. പിന്നെ നമുക്കറിയാം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്ന മറ്റൊരു അനവധി അവസരങ്ങളും ഉണ്ട് അല്ലെ. വിത്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്യൂ, സുബ്ഹി മഗ്‌രിബ് നമസ്കാരത്തിന്റെ സുന്നത്തിൽ നമ്മൾ പാരായണം ചെയ്യാറുണ്ട്, തവാഫ് നിർവഹിച്ച ശേഷമുള്ള നമസ്കാരത്തിൽ പാരായണം ചെയ്യാറുണ്ട്. അങ്ങനെ സാധാരണ സൂറത്തുകളെക്കാളും ഈ 2 സൂറത്തുകളിലെ പല അവസരങ്ങളിലും നമ്മൾ പാരായണം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അല്ലെ. സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ കാഫിറൂനും. പിന്നെ സുന്നത്ത് മഗ്‌രിബിനും സുബഹിക്കുമുള്ള സുന്നത്തിനും നമ്മൾ ഇത് പതിവായിട്ട് പാരായണം ചെയ്തു വരാറുണ്ട്. മാത്രവുമല്ല അബ്ദുല്ലാഹിബിൻ ഖുബൈബിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ ഇപ്രകാരം പറയുന്നു, ഞങ്ങൾ മഴയും ഇരുട്ടുമുള്ള രാത്രിയിൽ പുറപ്പെട്ടു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി നമസ്കരിക്കുവാനായി അന്വേഷിച്ചു. അദ്ദേഹത്തിന്റെ അടുക്കൽ എത്തിയപ്പോൾ അവിടുന്ന് പറഞ്ഞു, അപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല. വീണ്ടും അവിടുന്ന് പറഞ്ഞു, നീ പറയുക. അപ്പോഴും ഞാൻ ഒന്നും പറഞ്ഞില്ല. പിന്നെയും ആവശ്യപ്പെട്ടു, നീ പറയുക. അപ്പോൾ ഞാൻ എന്താണെന്ന് പറയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അത്രേ, സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് മുവവ്വിദത്തൈനി. ഈ രാവിലെ ആകുമ്പോഴും വൈകുന്നേരം ആകുമ്പോഴും 3 തവണ പാരായണം ചെയ്താൽ നിനക്ക് എല്ലാറ്റിനും രക്ഷയായി അത് മതിയാകുന്നതാണ്. ഇത് തുർമുദി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ് ഇപ്രകാരം പറയപ്പെടുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്താക്കണം, രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ ഒരു സൂറത്തുൽ ഇഖ്ലാസും ഖുൽ ഹുവല്ലാഹു അഹദും
പിന്നെ സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും ചൊല്ലിക്കഴിഞ്ഞാൽ അത് മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാറ്റിനും അത് രക്ഷയായി മതിയാകുന്നതാണ് അല്ലേ. നമ്മൾ കിടക്കാൻ നേരം ഒരു ദുആ ചെല്ലുന്നുണ്ടല്ലോ, ഒരു സൂറത്ത് ആമന റസൂൽ ചെല്ലുമ്പോഴും അതുപോലെ തന്നെയാണ് പ്രതിഫലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒട്ടനവധി മഹത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരുപാട് പ്രതിഫലം കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ എഫേർട്ട് കൊണ്ട് അല്ലെ ഒരുപാട് പ്രതിഫലം ലഭിക്കുന്ന അമലു സ്വാലിഹാത്തുകൾ നമ്മുടെ പിന്നെ ഇതിലുണ്ട്. പക്ഷെ അതൊന്നും തന്നെ നമ്മൾ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അല്ലെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഒക്കൽ നിന്നുള്ള ഏതൊരു നന്മയും അല്ലെ, ഏതൊരു നന്മയും നമുക്കത് നന്മയായിട്ട് തന്നെ അതിനെ ലഭിക്കണമെങ്കിൽ അതിന്റെ ഫലായിലുകളോട് കൂടി നമ്മൾ ചെല്ലുകയും വേണം, നമ്മളത് പഠിക്കുകയും വേണം അല്ലെ. എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ചെല്ലാൻ. ഇപ്പൊ ഇതിന്റെയൊക്കെ ഹദീസുകളോട് കൂടെയാണ് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് വബില്ലാഹി തൗഫീഖ്. അപ്പൊ അങ്ങനെ സൂറത്തുൽ ഇഖ്ലാസിന്റെ ഒട്ടനവധി ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെല്ലാവുന്നതാണ് അല്ലെ. അപ്പൊ ഇൻഷാ അല്ലാഹ് വേറെ മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ. ഇതിനൊരു ഓഫാവാനൊരു കളി.